ഓരോ വർഷവും ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കപ്പെടുന്നു. ലഹരി ഉപയോഗത്തിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുകയും യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്നത്തെ സമൂഹത്തിൽ ലഹരി ഉപയോഗം വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന്, മദ്യം, പുകയില തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വിദ്യാർത്ഥികളിലും യുവാക്കളിലും വർദ്ധിക്കുന്നത് ഏറെ ആശങ്കാജനകമാണ്. ഇത് ആരോഗ്യത്തെയും കുടുംബ ബന്ധങ്ങളെയും മാത്രമല്ല, സമൂഹത്തിന്റെ സമാധാനത്തെയും ബാധിക്കുന്ന ഗുരുതര പ്രശ്നമായി മാറുന്നു. ലഹരി ഉപയോഗം ഒരാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ തകർക്കുന്നു. പഠനത്തിലും തൊഴിൽ മേഖലയിലും പിന്നോക്കാവസ്ഥ സൃഷ്ടിക്കുകയും കുറ്റകൃത്യങ്ങളിലേക്കും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും നയിക്കുകയും ചെയ്യുന്നു. പല കുടുംബങ്ങളും ലഹരിയുടെ ദുരന്തഫലങ്ങൾ മൂലം തകർന്നുപോകുന്ന അവസ്ഥയിലാണ്. ലഹരിക്കെതിരായ പോരാട്ടം സർക്കാർ സംവിധാനങ്ങൾ മാത്രം നടത്തിയാൽ മതിയാകില്ല. കുടുംബം, വിദ്യാലയം, അധ്യാപകർ, സാമൂഹിക സംഘടനകൾ, മാധ്യമങ്ങൾ എന്നിവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. കുട്ടികളുമായും യുവാക്കളുമായും കൂടുതൽ സമയം ചെലവഴിക്കുകയും അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുകയും ശരിയായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഉത്തരവാദിത്വമാണ്. ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ ക്ലാസുകൾ, റാലികൾ, പ്രതിജ്ഞകൾ, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായകരമാണ്. ആരോഗ്യകരവും സുരക്ഷിതവുമായ സമൂഹത്തിനായി ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണവും കൂട്ടായ പ്രവർത്തനവും അനിവാര്യമാണ്. UTV ന്യൂസ്, പാലക്കാട്.